എല്ലാവർക്കും നമസ്കാരം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ് ചിത്രത്തിന്റെ റിവ്യൂ എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് ചെലവില്ലാതെ ഈ ഒരു സിനിമ കാണാനായിട്ടുള്ള ഒരു അവസരം ഒരു പ്രൊമോഷൻ കൊണ്ട് ലഭിച്ചതുകൊണ്ടാണ് ഈ ഒരു സിനിമ പോയി കണ്ടതും അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതും. റിവ്യൂ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആസ്ഥാന റിവ്യൂവേഴ്സിന്റെ റിവ്യൂ ആദ്യം തന്നെ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് എൻ്റെ പ്രതീക്ഷകളൊന്നും തെറ്റിച്ചില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത്. ഇതിന്റെ ട്രെയിലർ നല്ല മോശം ട്രെയിലറായിരുന്നു. ആ ഒരു ട്രെയിലറിനകത്ത് വിജയുടെ പെർഫോമൻസ് കണ്ട സമയത്ത് അത് മുഴുനീളെ കണ്ടിരിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിജയകരമായിട്ട് ഈ ഒരു സിനിമ കണ്ടു തീർത്തു. ചെലവില്ലാതെ കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു റിക്ലൈനർ സീറ്റ് തന്നെ തരപ്പെടുത്തി. രാവിലെ 4:30 ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് എടുത്തില്ല. അത്തരത്തിലുള്ള ഒരു അബദ്ധം കാണിക്കേണ്ട എന്ന് മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നു. 8 മണിക്കത്തെ ഷോയ്ക്ക് നമ്മുടെ മൂവി മാക്സ് കാര്യവട്ടത്താണ് പോയത്. കയറുന്ന വഴിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് മറ്റേ ക്രീം ബണ്ണും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ലഭിക്കുന്നത്. അതൊക്കെ കണ്ട് ഞാനിങ്ങനെ സിനിമ കണ്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭൂലോക വെറുപ്പിക്കലായിരിക്കും. എന്തൊരു ക്ലീശയാണ് ഇത്തരത്തിലുള്ള കഥാസമീപനം. ഈ വൂണ്ടഡ് ആയിട്ടുള്ള പോലീസുകാരനെ കാണിക്കാൻ വേണ്ടിയാണോ ഈ ഒരു കഥ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ. ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട വയ്യാത്ത പോലീസുകാരൻ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് പോലീസല്ല, ഇദ്ദേഹം ഇത്തിരി കൂടെ ഹൈ ലെവലാണ്. ഇപ്പോൾ മിക്കവാറും ഉള്ള ക്ലീഷേ കഥാസമീപനം മറ്റേ റോ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ആണല്ലോ. അത്തരത്തിലുള്ള ഒന്ന് തന്നെ അണ്ണൻ ഇതിനകത്ത് തരപ്പെടുത്തി. നല്ല വെറുപ്പിക്കലായിരുന്നു. ഈ ഒരു സിനിമ വെങ്കട് പ്രഭുവിന്റെ ഒരു സിനിമയുടെ അല്ലെങ്കിൽ മുൻ സിനിമകളുടെ ബേസിക് ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇതിനകത്ത് ട്രെയിലറിലും അതേപോലെ തന്നെ ഇതിൻ്റെ സിനിമ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ ഒരു പലവിധ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതി അന്യായ വെറുപ്പിക്കലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് വിജയ് അണ്ണന്റെ ചെറുപ്പകാലം എങ്ങനെ കാണിച്ചു എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ കുട്ടികൾ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടി എന്തോ ഒരു ഫിൽട്ടർ ഉപയോഗിക്കില്ലേ, അതിനേക്കാളും പരിതാപകരമായിരുന്നു. ആ ഒരു റീലിനകത്ത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിട്ട് കിട്ടിയേനും എന്നെനിക്ക് തോന്നി. സിനിമയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയുകയാണ്. നിങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ 390 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി വരെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യാൻ, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇൻഷുറൻസ് ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 51 കമ്പനികളുടെ ഓഫറുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 25% അഡീഷണൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ. കൂടാതെ മെറ്റേണിറ്റി കവർ ഒക്കെ ഉള്ള ഇൻഷുറൻസ് പ്ലാനുകൾ നോക്കുന്ന ആളുകൾക്ക് 3 മാസം വെയിറ്റിംഗ് പീരീഡിൽ വരെ ലഭിക്കുന്ന പ്ലാനുകൾ അവിടെ അവൈലബിൾ ആണ്. സാധാരണയായിട്ട് 1 വർഷം വെയിറ്റിംഗ് പീരീഡ് ഒക്കെയാണ് മെറ്റേണിറ്റി കവറിന് ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ 6 മാസം ഗർഭിണിയായിട്ടുള്ള ആൾക്കും ഈ ഒരു കവർ ലഭിക്കുന്ന തരത്തിലേക്കുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. ഓൺലൈനായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ട്, പോളിസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനേജർ, അതോടൊപ്പം മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഇൻസ്റ്റന്റ് അപ്രൂവലും. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് സെക്ഷൻ 80D അണ്ടറിൽ 75,000 വരെ ടാക്സ് ബെനിഫിറ്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേപോലെ NRIs ഒക്കെ പേരൻസിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18% GST അടയ്ക്കേണ്ടതുമില്ല. ഡേ 1 മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കടക്കം കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി 25% ഡിസ്കൗണ്ടോടെ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. ഇനി തിരികെ ഗോട്ടിലേക്ക് വരുന്ന സമയത്ത് മങ്കാത്തയൊക്കെ നമുക്ക് നൽകിയ വെങ്കട് പ്രഭു തന്നെയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്നുള്ളത് സിനിമയുടെ അവസാനം നമ്മൾ മറന്നുപോകും. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥിര നമ്പറുകളൊക്കെ ഉണ്ട്. വിജയ് സിനിമയുടെ കുറേയധികം എലമെന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പാസത്തിന്റെ എലമെന്റ്സിനെയൊക്കെ ക്രിഞ്ച് എന്നുള്ള രീതിയിൽ സിനിമയ്ക്കകത്ത് തന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വിജയുടെ സ്വാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് ഇരിക്കാമെന്ന് വെച്ചാൽ പോലും ഇതിനകത്തെ വിജയ് റോളുകളിൽ ചിലത് നമ്മളെ നന്നായിട്ട് അങ്ങോട്ട് വെറുപ്പിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള വെറുപ്പിക്കൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഈ ഓവർ ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം വിജയുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറില്ല. കാരണം അദ്ദേഹം ഓവർ ആക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് ആ ഒരു രസം ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര ഓവറാക്കൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഏതൊരു സിനിമയിലും വിജയ് ആയിട്ട് തന്നെ അങ്ങോട്ട് നടക്കുകയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ക്യാരക്ടറിലേക്ക് വരുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ക്യാരക്ടറുകളാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഏറ്റവും വലിയ ശാപം. ഇതിനകത്ത് 1-2 മറ്റേ ഒട്ടും ലോജിക് ഇല്ലാത്ത കുറെ സ്റ്റണ്ട് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബൈക്ക് വെച്ചിട്ട് മറ്റേ മെട്രോ ഫോളോ ചെയ്ത് അതിനകത്തേക്ക് ഇടിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ. അതേപോലെ തന്നെ അണ്ണൻ ഒരു പാരച്യൂട്ടിലൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. വെറുതെ ഇങ്ങനെ കൂളായിട്ട് ഒരു നട ഇറങ്ങുന്ന ലാഘവത്തോടെ ഒരു തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ വ്യത്യാസവും ഇല്ല.
പറ്റുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പാരച്യൂട്ട് ഇരുന്ന ഒരു സിഗരറ്റും കത്തിച്ച് വലിച്ചേനെ. കാരണം അമ്മാതിരി കോൺഫിഡൻസോടെയാണ് ഓരോ വിജയ് ചിത്രങ്ങളും ഓരോ സമയത്തും ഇറങ്ങുന്നത്. ഇപ്പോൾ ലോകേഷിന്റെ വിജയ് സമീപനമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, എത്രയോ ബെറ്റർ ആയിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. ഇതൊരു അസൽ മറ്റേ ഉണ്ണിക്കണ്ണനെ പോലെയുള്ള ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്നുള്ളതേ പറയാനുള്ളൂ. ചിത്രത്തിലെ കാസ്റ്റ്, അവരുടെ പെർഫോമൻസ്, അതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു പോവേണ്ടതുണ്ട്. വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. വിജയ് ഇരട്ട വേഷത്തിൽ എന്നുള്ളതാണ് വിക്കിപീഡിയയിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പല റോളുകളും. പ്രശാന്ത്, പ്രഭുദേവ, സ്നേഹ, ലൈല, മീനാക്ഷി ചൗധരി, മോഹൻ, ജയറാം, അജ്മൽ അമീർ, യോഗി ബാബു, VTV ഗണേഷ്, വൈഭവ്, ഇങ്ങനെ ഒരു വലിയ നിര തന്നെ പ്രധാനപ്പെട്ട നടീനടന്മാർ തന്നെ ഉണ്ട്. അതിനകത്ത് ഈ സ്ത്രീകളായിട്ടുള്ള കഥാപാത്രങ്ങൾ, അവരുടെ അവസ്ഥയാണ് പരിതാപകരം. അവർക്ക് യാതൊരുവിധ റോളും ഇല്ല. സ്നേഹയ്ക്ക് എത്രയോ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഫോർമാറ്റിലെ തമിഴ് സിനിമകളിലെ ക്യാരക്ടറുകൾ പെർഫോം ചെയ്യുന്ന ആ ഒരു സന്ദർഭം തന്നെ അഭിനയിക്കുന്നു. അദ്ദേഹം തന്നെ പല തവണ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അതേപോലെ മീനാക്ഷി ചൗധരി, ലൈല, അങ്ങനെയുള്ള ആളുകൾക്കും യാതൊരുവിധ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെയുള്ള ഒരു കഥയാണ്. പിന്നെയും എനിക്ക് കുറച്ചും കൂടെ ആസ്വാദകരമായിട്ട് തോന്നിയത് ജയറാമിന്റെ ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെയാണ്. ബാക്കിയുള്ള ആളുകളുടെ ഡയലോഗ് ഡെലിവറി പോലും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി. എല്ലാ ആൾക്കാരും ഇങ്ങനെ അണ്ണന്റെ സ്തുതിപാഠകരായിട്ട് ഇങ്ങനെ ചുറ്റിന് നിൽക്കുകയാണ്. പ്രഭുദേവയൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തെ ഞാൻ കാണാനായിട്ട് തീരെ ആഗ്രഹിച്ചില്ല. അവസാനം കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു ടെസ്റ്റുകൾ ഒട്ടും വർക്കാവാത്ത പോലെ എനിക്ക് തോന്നി. നമ്മളിങ്ങനെ നിർവികാരതയോടെ നോക്കി കാണുകയാണ്. പിന്നീട് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് യോഗി ബാബു ആണ്. അദ്ദേഹത്തിനൊന്നും വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, വലിയ പെർഫോമൻസ് ഒന്നും അല്ല. എന്നാലും ഒരു ആശ്വാസം തോന്നി അദ്ദേഹം വന്ന സമയത്ത്, കാരണം അത്രയധികം നമ്മൾ വെറുത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അഭിനേതാക്കളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അണ്ണൻ ആസ് യൂഷ്വൽ അണ്ണൻ തന്നെയാണ് ഏതൊരു സിനിമ വരുന്ന സമയത്തും. ഇനി ചിത്രത്തിലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചിത്രമാണ്. എന്നാൽ കൂടുതൽ ആധുനികത നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചില കഴിവുകളുണ്ട്, അതിലൂടെ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ചില രീതികളുണ്ട്, ക്ലോണിങ് ഉണ്ട്, അപ്പോൾ അമ്മാതിരി കുറേ അധികം ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ സംഗീത സംവിധാനം എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിലേക്കുള്ളതൊന്നുമല്ല. പിന്നെ ചിത്രത്തിന്റെ ഒരു തുടക്കം തൊട്ട് മുതൽ സ്ഥിരം വിജയ് സിനിമകളുടെ ഒരു ചില സ്കോറുകളൊക്കെ മിക്സ് ചെയ്യുന്നത് കേൾക്കാനായിട്ട് രസമുണ്ടായിരുന്നു. കുറെ അധികം ആളുകൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു പടം പോലെ തോന്നി. ഇപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കാം ക്യാപ്റ്റനെ സ്മരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തല, അജിത്തിന്റെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തല വന്നതുകൊണ്ട്, തല റെഫറൻസ് വന്നതുകൊണ്ടാണ് ഈ സംഭവം ഒന്ന് കഴിഞ്ഞത്. അതൊരു രസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കേട്ട സമയത്ത്. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ആക്ഷനും വളരെ രസകരമായിരുന്നു. അത് മാത്രം ലോജിക്കുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിന്നു. ബാക്കിയുള്ള സ്റ്റണ്ട് സീനുകൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പരിതാപകരമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള അത്യാധുനിക സിനിമകളിൽ നമ്മൾ ക്യാമറയെ കുറിച്ചിട്ടും എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ, കാരണം എല്ലാം മറ്റേ രസമായിട്ട് തന്നെ വരും. പിന്നെ ക്യാമറ വർക്കുകളിൽ കൂടുതലും മറ്റേ ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് അത് അത്തരത്തിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോയി. എന്തൊക്കെയാണെങ്കിലും ചിത്രം കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഉണ്ണിക്കണ്ണനെ പോലുള്ള ഫാൻസ് എന്നെ വന്ന് തെറിവിളിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കേൾക്കാം, നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 25% ഡിസ്കൗണ്ടോടെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. നന്ദി.